ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഒടുക്കത്തെ വിശപ്പ്. എന്നാൽ പിന്നെ കഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ ST കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അന്നപൂർണ്ണ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു നമ്മൾ കഴിക്കാൻ വന്നത്. അവിടെ നല്ല പൂരിയും നല്ല മസാല ദോശയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ഒരു കാപ്പിയും കൂടെ കുടിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി. അമ്പലത്തിൻ്റെ എൻട്രൻസ് തന്നെ അടിപൊളി വ്യൂ ആയിരുന്നു. ആദ്യം തന്നെ അമ്പലക്കുളത്തിലേക്ക്. ഇവിടെയാണെങ്കിൽ കുറേ മീനുകളുണ്ട്. ഒന്നിനും തന്നെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടുന്ന് നേരെ ഞങ്ങൾ ചെന്നത് വഴിപാട് എഴുതിക്കാനായിരുന്നു. തൊഴുതിറങ്ങുമ്പോൾ തന്നെ ഇരിക്കാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെയാണ്. നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു കുളിർമയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഇതും അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ക്യൂ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആയിരുന്നേ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കും കിട്ടിയ പാൽപ്പായസം. 11 മണിക്കാണ് രാവിലെ ടോക്കൺ കൊടുക്കാൻ തുടങ്ങുന്നത്. അതും ആദ്യത്തെ 70 പേർക്ക് 1 ലിറ്ററും ബാക്കിയുള്ള ആളുകൾക്ക് 1.5 കഴിയുമ്പോൾ 1/2 ലിറ്ററും വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്നിറങ്ങി നേരെ പോയത് ചക്കുളത്തുകാവിലേക്കായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലം തന്നെയാണ് ചക്കുളത്തുകാവ്. ശ്രീകോവിലിൻ്റെ അടുത്തായിട്ട് ഒരു തൊട്ടിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ആരിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ മനസ്സിലെ ഒരാഗ്രഹം വിചാരിച്ച് 3 പ്രാവശ്യം തൊട്ടിലാട്ടുക. കഴിയുന്ന പോലെ കാണിക്കുകയും സമർപ്പിക്കുക. ഇതിൽ സമൃദ്ധിയാകുന്ന ദേവി നമ്മുടെ ആഗ്രഹമൊക്കെ നടത്തിത്തരും എന്നാണ് വിശ്വാസം. വീരഹനുമാൻ്റെ വലിയ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന രാധാകൃഷ്ണ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ല പരിപ്പും പപ്പടവും പായസവും കൂട്ടി നല്ലൊരു ഊണും കഴിച്ച് സമാധാനമായിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.